ദിവസവും മൺഡേ ടു ഫ്രൈഡേ ഡ്രസ്സുകൾ ഔട്ട്ഫിറ്റ് എല്ലാ ദിവസവും ചേഞ്ച് ചെയ്യണമല്ലേ. അപ്പം ഞാൻ നിങ്ങൾക്ക് കുറച്ച് പാൻസ്, അതായത് ഓഫീസ് വെയർ പാൻസ് കാണിച്ചു തരാം കേട്ടോ. ഫസ്റ്റ് വൺ ഇതൊരു ജീൻസ് ആണ്, പാൻസ് അല്ല. ആക്ച്വലി ജീൻസ് എല്ലാവർക്കും ഭയങ്കര കംഫർട്ടബിൾ ആണ്, അതുകൊണ്ട് ജീൻസ് എപ്പോഴത്തെ നമ്മുടെ ഒരു ചോയ്സ് ആയിരിക്കും. ജീൻസ് ഇല്ലാതെ നമുക്കൊരു വീക്ക് സങ്കല്പിക്കാൻ കൂടെ കഴിയില്ലല്ലോ. ഇതാണ് നമ്മുടെ സെക്കൻഡ് ഷെയ്ഡ്. നിങ്ങളൊരു കോപ്പറേറ്റീവ് ഫീൽഡിലാണ് വർക്ക് ചെയ്യണമെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങളുടെ ഈ ഷെയ്ഡ് ഉണ്ടാവും കേട്ടോ, കാരണം ഇത് തരുന്ന ആ ഒരു എലഗൻറ്റ് ലുക്ക് വേറെ തന്നെയാണ്. ആക്ച്വലി ഈ പാൻറ് ഞാൻ പർച്ചേസ് ചെയ്തത് സ്റ്റുഡിയോന്നാണ്. ഈ ഒരു ജീൻസ് വാങ്ങിച്ചതും സ്റ്റുഡിയോ തന്നെയാണ്. അടുത്തത് ഞാൻ കാണിക്കാൻ പോകുന്നത് വളരെ ബേസിക് ആണ് കേട്ടോ, ബ്ലാക്ക് പാൻസ് ആണ്. ബ്ലാക്ക് പാൻസ് എല്ലാവരുടെയും ഒരെണ്ണം എന്തായാലും ഉണ്ടായിരിക്കണം. പെയർ ചെയ്യാൻ ഭയങ്കര സിമ്പിൾ ആണ്, എല്ലാത്തിൻ്റെയും കൂടെ അങ്ങ് മാച്ച് ആയി പൊക്കോളും. പിന്നെ ഉള്ളത് നല്ല ട്രെൻഡിങ് ആയിട്ടുള്ള ഈ ഒരു ഗ്രീൻ കളറാണ് കേട്ടോ. ആക്ച്വലി ഇതൊരു പേസ്റ്റൽ ഷെയ്ഡാണ്, നല്ല രസമാണ് കാണാനായിട്ട്. ഈ ഒരു ഗ്രീൻ കളറും നല്ലൊരു ഓഫ് വൈറ്റ് ടോപ്പും ഉണ്ടെങ്കിൽ നല്ല കിഡിലനായിട്ട് നമുക്ക് പെയർ ചെയ്യാൻ പറ്റും. അടുത്ത പാൻസ് ഈ കളറാണ് കേട്ടോ. ഇത് നല്ലൊരു ബ്രൗൺ ഷെയ്ഡിൽ വരുന്ന ഒരു പാൻസ് ആണ്. ഇതെല്ലാം തന്നെ അത്യാവശ്യം റേറ്റ് ഉള്ള പാൻസ് ആണ്. പാൻസ് വാങ്ങുമ്പോൾ ശരിക്കും അത്യാവശ്യം പൈസ ഇൻവെസ്റ്റ് ചെയ്തിട്ട് വേണം വാങ്ങാൻ. ലോക്കൽ സംഭവങ്ങൾ വാങ്ങുന്നതിനേക്കാൾ നല്ലത് കുറച്ച് ക്വാളിറ്റി ഉള്ള ഐറ്റംസ് വാങ്ങിക്കാൻ നമുക്ക് കുറേ നാൾ യൂസ് ചെയ്യാം. അതായത് ടോപ്സ് നിങ്ങൾക്ക് ഒരു 200 രൂപ മുതൽ നമുക്ക് വാങ്ങാം, പക്ഷെ പാൻസ് എപ്പോഴും ഒരു 1000 സംതിങ്ങിൻ്റെ ഒക്കെ വാങ്ങിക്കുവാണെങ്കിൽ ഒരുപാട് കാലത്തേക്ക് നിങ്ങൾക്ക് യൂസ് ചെയ്യാം കേട്ടോ. ഇതൊക്കെ ഏകദേശം ഒരു 5 years ആയിട്ടുള്ള പാൻസ് ആണ്. ഇത് ഞാൻ റീസെൻ്റ് ആയിട്ട് പർച്ചേസ് ചെയ്തതാണ് കേട്ടോ. പാൻസ് യൂസ് ചെയ്യുന്ന കാര്യത്തിൽ നിങ്ങളൊരു ബിഗിനർ ആണെങ്കിൽ ഞാൻ കുറച്ച് ടിപ്സ് പറഞ്ഞു തരാം. പ്രോപ്പർ ഫിറ്റിങ്സ് ഉള്ളത് നോക്കി വാങ്ങിക്കുക. ഒരു കടയിൽ പോയിട്ട് തന്നെ ഫസ്റ്റ് ടൈം ചൂസ് ചെയ്യുക. അതായത് വിത്തൗട്ട് ബെൽറ്റ് നിങ്ങൾക്ക് കറക്റ്റ് ഫിറ്റിങ്സ് ഉള്ളത് നോക്കി എടുക്കുക. പിന്നെ പ്യുവർ കോട്ടൺ ചൂസ് ചെയ്യാതെ കുറച്ച് പോളിസ്റ്റർ ബ്ലെൻഡ് ഉള്ളതും സ്ട്രെച്ചബിൾ ആയിട്ടുള്ള മെറ്റീരിയലാണ് പാൻസിന് എപ്പോഴും നല്ലത്. കളേഴ്സിന്റെ കാര്യം നോക്കുമ്പോൾ ബ്രൈറ്റ് കളേഴ്സ് മാറ്റിയിട്ട് കുറച്ച് പേസ്റ്റൽ ഷെയ്ഡിലോട്ട് പോകുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഇങ്ങനെയുള്ള സ്ട്രെച്ചബിൾ പാൻസ് ഒക്കെ ഇടുമ്പോൾ നിങ്ങൾ മസ്റ്റ് ആയിട്ട് സീംലെസ് ഇന്നർവെയർസ് ഇടാൻ നോക്കുക. സീംലെസ് ബോയ് ഷോർട്സ് ഒക്കെ അവൈലബിൾ ആണ് കേട്ടോ. ഇതൊന്നും ഓൺലൈൻ പർച്ചേസ് അല്ലാത്തതുകൊണ്ട് തന്നെ ലിങ്ക് ചോദിച്ചാൽ എൻ്റെ കയ്യിൽ തരാനില്ല കേട്ടോ.